ഇവരുടെ സർക്കാരല്ലേ ഇവരെ ജയിലിലാക്കിയത്. അവർ ശക്തിയായി എതിർത്തിട്ട് ഇല്ലാത്ത കേസ് അവരുടെ തലയിൽ കെട്ടിവെച്ച് NIA കോടതിയിലേക്ക് വിടണം എന്ന് ഗവൺമെന്റല്ലേ ആവശ്യപ്പെട്ടത്. എന്നിട്ട് ഇവർ ഈ പറയുന്നതിന് എന്താ അർത്ഥം? ഇപ്പൊ കൈ മലത്തി കാണിക്കുക കേക്കുമായിട്ട് പോയ ആളുകൾ. എന്ത് രാഷ്ട്രീയ മുതലെടുപ്പ് അതിൻ്റെ അകത്ത്? 2 കന്യാസിമാര് ജയിലിലാണ്. അവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായികളെ പറ്റി ഞങ്ങൾ പണ്ട് പറഞ്ഞത് ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. തീർച്ചയായിട്ടും വലിയ ആശങ്കയിലാണെന്ന്. ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ പാർലമെന്റ് മെമ്പർമാരുടെ 2ാമത്തെ ഡെലിഗേഷൻ അവിടെയുണ്ട്, ഇന്നുണ്ട്. 2ാമത് MP-മാരുടെ ഡെലിഗേഷൻ പോയിട്ടുണ്ട്. ഈ കന്യാസ്ത്രീമാരെ പ്രതിനിധീകരിക്കുന്ന 2 നിയോജകമണ്ഡലങ്ങളിലെ MLA-മാർ റോജി M. ജോണും അതുപോലെ സജീവ് ജോസഫും അവിടെ ദിവസങ്ങളായിട്ട് അവിടെ ക്യാമ്പിയാണ്. ഇവരുടെ നിയമസഹായവും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് വേണ്ടി ഹാജരാകുന്നത്. അവ ഇന്ന് NIA കോടതിയിൽ അവർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ MP-മാരെയൊന്നും കണ്ടില്ല. ഇവരെ ഒപ്പം ഇവർ മാത്രമാണ് പോയത്. അത് അവിടെ അറസ്റ്റ് നടന്നുകൊണ്ട് കേരളത്തിലെ കന്യാസ്ത്രീകളാകണം ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് MP-മാർ പോകാത്തത്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് MP-മാര് ആദ്യത്തെ പരിപാടിയിൽ ഉണ്ടായിരുന്നല്ലോ. അവിടെയുള്ള കോൺഗ്രസിന്റെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അവിടുത്തെ ചോദിച്ചുകൊണ്ട് പറഞ്ഞുതരാം, പറയാൻ പറ്റില്ല. അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അവിടുത്തെ PCC പ്രസിഡന്റ്, അവിടുത്തെ ചാർജുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി, ഇവരെല്ലാവരും നമ്മുടെ MP-മാരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലുമായിട്ട് ഞാൻ തന്നെ ഫോണിൽ സംസാരിച്ചിരുന്നു. ഭൂപേഷ് ബാഗലുമായിട്ട് അവരെല്ലാം മുൻ മുഖ്യമന്ത്രി അടക്കം വന്ന് നിൽക്കുവാണ് നമ്മുടെ ഡെലിഗേഷന്റെ അവിടെ. പിന്നെ ഛത്തീസ്ഗഡിലെ നേതാക്കൾ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അവർ മുഴുവൻ സമയം അവരുടെ കൂടെ തന്നെ, ഈ ഡെലിഗേഷന്റെ കൂടെ തന്നെ ആളുകളെ കാണുന്നതിന് വേണ്ടിയിട്ട്, അവിടുത്തെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ സമയത്ത് അവരെ കൂടെ ഉണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ ഫോണിൽ സംസാരിച്ചല്ലോ അദ്ദേഹത്തെ. അവരെല്ലാം ഇവർക്ക് നിയമപരമായ സഹായം കിട്ടുന്നതിന് വേണ്ടി. ഇത് പുതിയ കഥയാണ്, വേറെ കഥയൊന്നുമില്ലാണ്ട് രാവിലെ ഏതോ ഒരു കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഫുൾ ടീം അവിടെ ഉണ്ട്. അതെന്നല്ലേ പറഞ്ഞ കഥയാണെന്ന്. ഞാൻ ഇവിടെയാണെങ്കിലും വരുമോ? എന്തിനാ അവര് സംസാരിക്കുന്നത്? അവരെല്ലാം അവിടെ സാന്നിധ്യമുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിനെ സംബന്ധിച്ച്. ഞാൻ എടുത്തു തരാം. വെറുതെ ചുമ്മാ അവിടെ നിന്നോ ഏതോ കിട്ടിയിട്ട് ഒന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യമില്ല, ഒരു അടിസ്ഥാനമില്ല, ചോദ്യത്തിന് ഒരു അടിസ്ഥാനമില്ല. കാരണം ഞങ്ങളെല്ലാവരും അവരോട് സംസാരിച്ചതാണ്. ഡൽഹിയിലെ കേന്ദ്ര നേതൃത്വം, പിന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ സമരത്തിൽ നിൽക്കുന്ന വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാന്ന് ചോദിക്കാൻ ചുമ്മായിരിക്കും. കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും അവിടെ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുക. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് MP-മാരവിടെ സമരം നടത്തിയത്. അത് ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷ നേതാവ്. അതെ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി, ഞാൻ മുൻ മുഖ്യമന്ത്രിയുടെ കാര്യമാണ് പറഞ്ഞത്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഇപ്പോഴും ആദ്യവും ഈ ബജറംഗ് ദൾ പ്രവർത്തകരുടെ കൂടെയാണ്. ഇത് അറസ്റ്റ് ചെയ്ത് ശരിയാണെന്ന് ന്യായീകരിക്കുകയാണ്, പോലീസ് ചെയ്തത് ശരിയാണ് എന്ന് ന്യായീകരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വേറെ പറഞ്ഞു MP-മാര് കണ്ടപ്പോൾ. ഈ NIA സെഷൻസ് കോടതിയുടെ ഉത്തരവ് വരെ നിയമവിരുദ്ധമാണ്, NIAക്ക് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. പൂർണ്ണമായ നിയമവിരുദ്ധമായ ഒരു ഉത്തരവാണ് സെഷൻസ് കോടതി കൊടുത്തിരിക്കുന്നത്. NIAക്ക് പോകുന്നതിനുള്ള പ്രൊസീജിയർ ഒന്നും പാലിച്ചിട്ടില്ല. പക്ഷേ അത് ഹൈക്കോടതിയിൽ ചെന്ന് ചോദ്യം ചെയ്യാനുള്ള, ഹൈക്കോടതി ഇവിടുത്തെ പോലെയല്ല. ഇന്ന് ഇത് കൊടുത്ത അടുത്ത ബുധനാഴ്ച വ്യാഴാഴ്ച അവിടെ എടുക്കുള്ളൂ. മെൻഷൻ ചെയ്യാൻ പോലും പറ്റില്ല. അവർക്കെല്ലാം അഭിഭാഷകരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ ഛത്തീസ്ഗഡിലെ നേതൃത്വത്തിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. നിയമസഹായം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. അല്ല, അതിപ്പോ ഒരാളെ മാത്രം പറയണതില്ല, മുഴുവൻ BJPയുടെ 2 കേന്ദ്രമന്ത്രിമാർ, അവർക്ക് അല്ല 2 കേന്ദ്രമന്ത്രിമാർ. അല്ല, അത് അറിയാലോ. ഞാൻ പറഞ്ഞല്ലോ കേക്കുമായി ചെന്ന ആളുകൾ ആരാണെന്ന് പറഞ്ഞല്ലോ. ഇവരെല്ലാവരും തന്നെയല്ലേ.
ഇവർ കബളിപ്പിക്കുകയല്ലേ. ഇവർ രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെ ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് അതിനെ ന്യായീകരിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്തിട്ടാണ് ഇവർ ഈ വർത്തമാനം ഇവിടെ പറയുന്നത്.